പാട്ടുമണിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ കലാലയ ജീവിതത്തെക്കുറിച്ചാണ്. എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് അത് കഴിഞ്ഞു പോയത്. ആ സമയത്ത് എങ്ങനെയെങ്കിലും ഈ കലാലയ ജീവിതം കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. എക്സാം, അതുപോലെ തന്നെ അസൈൻമെൻറ്റ്, രാവിലെ എണീച്ച് പോകണം, വല്ലാത്തൊരു വലിയൊരു ഭാരം മാതിരിയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ശരിയായ ജീവിതത്തിലേക്ക് എത്തി. ഭാര്യ, മക്കൾ, ഉമ്മ, ഉപ്പ, സാമ്പത്തിക പ്രശ്നം എല്ലാം കൊണ്ടും അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിതം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ജീവിതം ഏതായിരുന്നു? നമ്മുടെ കലാലയമല്ലേ. സത്യം, കലാജീവിതമായിരുന്നു. അതിൻ്റെ ഓർമ്മകൾ ഇന്നും ഹൃദയത്തിൽ എവിടെയെല്ലാം ഒളിഞ്ഞിരിക്കുകയാണ്. എത്രയോ പ്രാവശ്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ആ കഴിഞ്ഞു പോയ ആ കലാലയ ജീവിതം ഒന്ന് തിരിച്ചു കിട്ടുകയായിരുന്നെങ്കിൽ. പക്ഷെ നമുക്കറിയാം എത്ര ക്യാഷ് കൊടുത്താലും അത് തിരിച്ചു കിട്ടിയില്ല എന്ന്. ഇൻ്റർവെൽ ആകാൻ കാത്തു നിൽക്കും. എന്തിനു വേണ്ടി? വീട്ടിലേക്ക് പോകാനല്ല, നമ്മുടെ ചങ്കിൻ്റെ ഒന്നിച്ച് അവൻ്റെ തോളിൽ കൈവച്ച് ഇങ്ങനെ പോകാൻ. അത് വല്ലാത്തൊരു സുഖമാണ്. 10 മിനിറ്റാണ് ആകെ കിട്ടാറ്. അത് പോകുന്ന സമയം അറിയില്ല. എല്ലാ സമയത്തും അങ്ങനെ ചങ്ക് നിറയെങ്കിൽ കട്ട ചങ്കാണ്. സ്നേഹമാണെങ്കിലോ അത് പ്യൂർ സ്നേഹം, കള്ളത്തരമില്ല, സ്നേഹത്തിൽ കൃത്രിമില്ല. നമ്മുടെ ചങ്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾക്ക് സംഭവിച്ചതുപോലെയാണ്. അവിടെ വർഗീയമില്ല. സുമേഷോ, നാസറോ, ആഷിഫോ, വിജേഷോ അങ്ങനെ ഒന്നുമില്ല. പേരിനൊരു പ്രസക്തിയല്ല. സ്നേഹം, ചങ്ക്, കട്ട ചങ്ക്, അതായിരുന്നു സ്നേഹം. ഇന്നങ്ങനെയാണോ? നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയാറുണ്ട്, മകനെ, ഈ ജീവിതം നിൻ്റെ ഏറ്റവും വിലപ്പെട്ട സന്തോഷമുള്ള ലൈഫാണ് ഈ സ്കൂൾ ജീവിതം, അതുകൊണ്ട് നേരെ പോന്നു. അപ്പോൾ അവൻ പറയും, ഉപ്പാക്ക് എന്ത് പിരാന്ത്, ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി ഇപ്പം, എനിക്ക് കഴിയുന്നില്ല. പക്ഷേ ഇതേപോലെ ആയിരുന്നല്ലോ നമ്മൾ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് അതിൻ്റെ വാല്യൂ മനസ്സിലായത്. ഈ സമയത്താണ്, പഠിക്കുന്ന സമയത്ത് അറിഞ്ഞില്ല. കുട്ടികൾക്കും അങ്ങനെ. ഇനിയിപ്പോൾ ഇതിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ കുട്ടികളും ശരിയായ ജീവിതത്തിൽ നമ്മുടെ ചങ്കാരെങ്കിലും നമ്മളെ കാണാൻ വേണ്ടി വന്നെങ്കിൽ എന്ത് സന്തോഷമാകുന്നറിയോ? നമ്മുടെ ഒന്നിച്ച് പഠിച്ച ആളെ കാണുന്ന സമയത്ത് അവരൊന്നിച്ചിട്ട് സംസാരിക്കാനും പണ്ടത്തെ ഓർമ്മകൾ അയവറക്കാനും